ആളുടെ ഈ വ്യക്തിയുടെ ജീവിതം ഇസ്ലാം പറയുന്ന അളവുകൾ എടുത്തു വെച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏഴായാലും തെറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ ഇപ്പോൾ വൈവാഹിക ജീവിതം അല്ലെങ്കിൽ ലൈംഗികത അതുമായി കണക്ട് ചെയ്തിട്ട് സദാചാരം ഇതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി കല്യാണം കഴിച്ചിട്ടുള്ള മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ 10-40ഓളം സ്ത്രീകളുണ്ടായിരുന്നു. ആരാണ് റസൂലുള്ള? ലോകത്തിന്റെ നേതാവാണ്, ഹക്കിന്റെ നേതാവാണ്, സത്യത്തിന്റെ നേതാവാണ്. ലോകത്തോട് പാപം എന്താണ്, പുണ്യം എന്താണ് എന്ന് പഠിപ്പിച്ച ലോകത്തിലെ ഏക വ്യക്തി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കൊടികെട്ടിയ വിമർശകന്മാരായ നിരീശ്വരവാദികളുടെ മുമ്പിൽ പോലും അഭിമാനത്തോടെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് എന്ത്? ലോകത്തോട് പാപം എന്താണ്, പുണ്യം എന്താണ് എന്ന് പഠിപ്പിച്ച ലോകത്തിലെ ഏക നേതാവായ ഒരു വ്യക്തിയുടെ പേര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇപ്പൊ അതല്ല, രണ്ടാമത് പേരെന്ത് ചെയ്യണം? അവർക്ക് പറയാൻ കഴിയണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രം സൃഷ്ടിച്ച ഏക മഹാവ്യക്തി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മൈക്കലെ ചാർട്ടി എന്നൊരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ലോകത്തെ കുറിച്ച് പഠനം നടത്തി ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, വിപ്ലവം സൃഷ്ടിച്ച, ചരിത്രം സൃഷ്ടിക്കപ്പെട്ട 100 വ്യക്തികളെ അദ്ദേഹം തെരഞ്ഞെടുത്തു. മൈക്കലെ ചാർട്ട് മുസ്ലിമാണോ? അല്ല. ഇസ്ലാം പക്ഷപാതിയാണോ? അല്ല. അദ്ദേഹം ആ വിഷയത്തെ കുറിച്ച് പഠനം നടത്തി ഒരുപാട് കാലം ഗവേഷണം നടത്തി 100 ചരിത്രകാരന്മാരെ തെരഞ്ഞെടുത്ത് ആ 100 ചരിത്രകാരന്മാരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, വിപ്ലവം സൃഷ്ടിച്ച, ചരിത്രം കുറിച്ച ഒന്നാമത് പേര് കൊടുത്തത് ദ പെർഫെക്റ്റ് മാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൈക്കലെ ചാർട്ട് പേര് കൊടുത്തതാണ്. അപ്പൊ അത് ഏത് വിമർശകന്റെ മുമ്പിലും റസൂലുള്ളാഹിന് ഒരുപാട് ആക്ഷേപങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ആക്ഷേപങ്ങളൊക്കെ വസ്തുതാപരമായിട്ട്, ചരിത്രപരമായിട്ട് അതിന്റെ മുമ്പിൽ അതൊക്കെ എത്രത്തോളം കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പല സൈറ്റുകളും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തആല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തുവാനും അവിടത്തേക്ക് സലാം പറയുവാനും സലാമുകൾ സമർപ്പിക്കുവാനും അല്ലാഹു തആല നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ആദ്യം കാണുന്ന ഗ്രില്ലിന്റെ രണ്ടാമത് കാണുന്ന ഗ്രില്ലാണ് ഏത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ എത്തുമ്പോ റസൂലുള്ളാഹിന്റെ ചാരത്ത് വെച്ചിട്ട് സലാം ചെല്ലുക എന്ന് വെച്ചാല് മനസ്സിനത് ഏറ്റവും കുളിർമയുള്ള, എന്തോ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ലോകത്താണ് എന്ന് തോന്നിപ്പോകും. അപ്പൊ എന്ത് ചെയ്യണം? അത്രയും ബഹുമതിയോടെ നല്ല രീതിയിൽ നമ്മുടെ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി ഉള്ളത് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് നീങ്ങാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ആ ഗ്രില്ലിന്റെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹിക്ക് സലാത്തിനാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നബിയുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബുല്ലാഹ്. അങ്ങനെ 3 സലാമത്തിയ റസൂലുള്ളാഹിക്ക് സമർപ്പിക്കാം. പിന്നെ വേറെ ഇഷ്ടംപോലെ സലാമത്ത് ചെല്ലാം. നമുക്ക് അവിടെ ഒരുപാട് ദീർഘനേരം ചെയ്യാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. പിന്നെ അടുത്ത കാണുന്ന ഗ്രില്ലാണ് ആര്? പറയാൻ കഴിയോ? ആർക്കും കഴിയോ? രണ്ടാമത് കാണുന്ന ഗ്രില്ല് കബറ്. ആദ്യം റസൂലുള്ളാഹിന്റെ കബറ്, രണ്ടാമത് കബറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമത് കാണുന്ന കബറാണേത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി അതിൽ ഒരു വ്യക്തിക്കും കൂടെ സ്ഥാനമുണ്ട്, ഒരു വ്യക്തിയെ കൂടെ എന്താവും അവിടെ അടക്കം ചെയ്യും. ആ സ്ഥലമാണ് നമ്മൾ കീഴിൽ ചെല്ലുമ്പോ ആദ്യമായിട്ട് കാണുന്ന ഗ്രില്ല്. അതാരാന്നറിയോ? 4ാമത്തെ ഖബറിന്റെ അവകാശി അറിയാമെങ്കിലോ? അറിയില്ലോ? ഇല്ല. ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. സനബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിൽ ആഗതമാകുകയും 40 വർഷകാലത്തോളം ഭൂമിയിൽ ജീവിക്കുകയും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും വിവാഹം ചെയ്യുകയും മക്കൾ ജനിക്കുകയും അതിനുശേഷം വഫാത്താവുകയും പരിശുദ്ധമായ മദീനയിൽ
ഈസാ നബിക്ക് റസൂലുള്ളാഹിന്റെ ചാരത്ത് ഖബർ കുഴിക്കപ്പെടുമെന്നുള്ളത് പിന്നാലെ പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. അതിന്റെ ചരിത്രം വളരെ വിശാലമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ജൂതന്മാര് കുരിശിൽ തറച്ചു കൊന്നു എന്ന് ഉള്ള ഒരു വാദം ആ കാലഘട്ടത്തിൽ ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. ആ ഒരു വിഷയം അതിന്റെ AD 312 കാലഘട്ടത്തിന്റെ 600 വർഷങ്ങൾക്ക് ശേഷമാണ് എന്താവുന്നത്, പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെടുന്നത്. അല്ലാഹു തആല മുഹമ്മദ് നബിയോട് ആ വിഷയത്തിന്റെ യാഥാർത്ഥ്യം സംസാരിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിനെ കൊന്നിരിക്കും എന്ന് പറഞ്ഞ ജൂതന്മാരുടെ മുന്നിൽ വമാ ഖതലൂഹു, അദ്ദേഹത്തെ അവർക്ക് ആർക്കും കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുന്നത് എന്ത്, വമാ സ്വലബൂഹു, അദ്ദേഹത്തെ അവർക്ക് കുരിശിൽ തറക്കാനും സാധിച്ചിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അത് അവർക്ക് അങ്ങനെ സദൃശീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നിട്ട് അല്ലാഹു തആല തർപ്പിച്ച് പറയുന്നുണ്ട് എന്ത്, വമാ ഖതലൂഹു യഖീന, ഉറപ്പായിട്ടും അദ്ദേഹത്തെ അവർക്കാർക്കും കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചത്, ഈസാ നബിയെ അല്ലാഹു തആല റഫ്ഉ ചെയ്യപ്പെട്ടു, ഉയർത്തപ്പെട്ടു. വമാ ഖതലൂഹു യഖീന, ഹയാത്തോടുകൂടെ അല്ലാഹുവിലേക്ക് ഉയർന്നു പോയ നബിയാണ് ആര്, മഹാനായ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമാക്കിയത്, നസല ഈസ, ഈസ നബി ഇറങ്ങും. യൻസിലു അലൽ ഇന്ദൻ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദമസ്കസ്, എവിടെ വരാന്ന് റസൂൽ പറഞ്ഞു, ദമാസ്കസിൽ, സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ ഈസ്റ്റ് ഭാഗത്തുള്ള പള്ളിയുടെ മിനാരത്തിൽ മഹാനായ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നുള്ളത് ഉദാഹരണമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. ഈസാ നബിക്ക് മുമ്പ് ഒരു വ്യക്തിത്വം കൂടെ ആഗതമാണ്. അതറിഞ്ഞറിയോ, ഈസാ നബിക്ക് മുമ്പ് ഒരു വ്യക്തിത്വം കൂടെ ഒരാഗമനം ഉണ്ടാവും. അറിയോ, ഇമാമുന മഹദി. മഹദിയുടെ ആഗമനത്തിന് ശേഷമാണ് ഈസാ നബിയുടെ ആഗമനം ഉണ്ടാവുക. മഹദി ഇമാമ അൽ മഹദിയു മിൻ ഹദ്റതി മിൻ ഔലാദി ഫാത്തിമ യുവാത ഇസ്മു ഹുസ്ബി വസ്മ അബി ഹിസ്മ അബി, തങ്ങളെ പോലൊത്ത തങ്ങളുടെ ശരീര രൂപമുള്ള തങ്ങളുടെ കുടുംബ പരമ്പരയിലൂടെ ഫാത്തിമ ബീവിയുടെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നു വരുന്ന ഒരു സയ്യിദാണ് ആര്, ഇമാമുന മഹദി. ആ മഹദി ഇമാമിന്റെ ആഗമനത്തിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഈസാ നബിയുടെ ആഗമനം ഉണ്ടാവുക. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം ആ പള്ളിയുടെ മിനാരത്തിൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ മഹദി ഇമാം അവരെ കണ്ടാൽ മഹദിയും, മഹദി ഇമാം ഈസാ നബിയെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് പരിശുദ്ധ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിനെ കൊന്നിരിക്കുന്നു, വലയപ്പെട്ടിരിക്കുന്നു, കുരിശിൽ തറച്ചിരിക്കുന്നു, ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ എന്താവും, ഈസാ നബി അലൈഹി സ്വലാം ജനങ്ങളോട് തുറന്നു പറയും, ഞാൻ ദൈവമോ ദൈവത്തിന്റെ പുത്രനോ അല്ലെന്നും അള്ളാഹുവിന്റെ ഒരു തിരുദൂതര് മാത്രമാണെന്നുള്ള സത്യം അവരെ തിരിച്ചറിയിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തി അവരെയൊക്കെ ഇസ്ലാമിലേക്ക് എന്ത് ചെയ്യും, മടക്കിക്കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് രൂപാന്തരപ്പെട്ടിട്ടല്ലാതെ എന്താവൂല, ഈസാ നബി അലൈഹി സ്വലാം വഫാത്താവുകയില്ല. അതാണ് അല്ലാഹു തആല ഈ ഖത്ലിന്റെയും സൽബിന്റെയും നിഷേധത്തിന് ശേഷം അല്ലാഹു തആല പറയുന്നത് എന്ത്, വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയഖ്ദിനന്ന ബിഹി ഖബ്ല മൗതിഹി, അദ്ദേഹം വഫാത്താകുന്നതിന് മുമ്പ് ലോകമെമ്പാടും ഇസ്ലാമിക